ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് സ്റ്റഡീസ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സയൻസ് ആണ്. ലെസൺ 4 ലൈഫ് വിത്തിൻ ദ സീഡ്സ് എന്ന് പറഞ്ഞ ലെസണാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ കാണാൻ പോകുന്നത് അനീഷ് ഡയറി എന്ന് പറഞ്ഞ ഒരു കുട്ടി എഴുതിയേക്കുന്ന ഒരു ഡയറിയാണ്. ഇവിടെ നമുക്കത് വായിച്ചു നോക്കാം. ദ whole yard was parched, but just after 2 days of rain, grass has sprouted everywhere. Tender leaves started appearing on the hibiscus stem through into the basin of the coconut tree by Papa. Try to uproot 1 or 2 grass. They have roots. Do they form by the sprouting of seeds? Nothing is seen. Should tell Papa to buy me a lens to see them enlarged. Here and there tamarind seeds have sprouted. How smartly the sprouts have been come out, splitting the seed. Moreover, this has also brought up part of the seeds out of the soil. Oh, what a pity that I didn't know that so many wonders lay hidden in my yard. Okay, അപ്പോൾ ഇതാണ് അനീഷ് എന്ന് പറഞ്ഞ കുട്ടി എഴുതിയ ഡയറി. ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. ദ ഹോൾ യാർഡ് വാസ് പാച്ച്ഡ്. എൻ്റെ മുറ്റത്ത് ഒന്നും കാണാനുണ്ടായില്ല. ബട്ട് ജസ്റ്റ് ആഫ്റ്റർ 2 days ഓഫ് റെയിൻ ഗ്രാസ് ഹാവ് ബീൻ സ്പ്രൗട്ടഡ് എവരിവെയർ. 2 ദിവസം മഴ പെയ്തപ്പോഴത്തേക്കും മുറ്റത്ത് നിറച്ച് പുല്ലായി. Everywhere. Tender leaves started appearing on the hibiscus stem through into the basin of the coconut tree by Papa. Try to uproot 1 or 2 grass. They have roots. Do they form by the sprouting of seeds? Nothing is seen. Should tell Papa to buy me a lens to see them enlarged. അപ്പോൾ അനീസ് എന്ന് പറഞ്ഞ കുട്ടി ഒരു 1-2 ഗ്രാസ് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് റൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ഒരു ലെൻസ് വേണം, അതിനെ കുറച്ച് വലുതായിട്ട് കാണാൻ. ഹിയർ ആൻഡ് ദെയർ tamarind സീഡ്സ് ഹാവ് സ്പ്രൗട്ടഡ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പുളിമരത്തിൻ്റെ വിത്തുകൾ ഒക്കെ സ്പ്രൗട്ട് ആയിട്ടുണ്ട്. ഹൗ സ്മാർട്ട്ലി ദ സ്പ്രൗട്ട്സ് ഹാവ് ബീൻ കം ഔട്ട് സ്പ്ലിറ്റിംഗ് ദ സീഡ്. മോർ ഓവർ ദിസ് ഹാസ് ഓൾസോ ബൗട്ട് അപ്പ് പാർട്സ് ഓഫ് സീഡ്സ് ഔട്ട് ഓഫ് ദ സോയിൽ. ഓ, വാട്ട് എ പിറ്റി ദാറ്റ് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് so many wonders lay hidden in my yard. അപ്പോൾ അനീഷ് പറയാണ്, എനിക്കറിയില്ലായിരുന്നു കുറേ അധികം വണ്ടേഴ്സ് എന്ന് വെച്ചാൽ അത്ഭുതങ്ങൾ എൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് അനീഷിൻ്റെ ഡയറിയിൽ പുള്ളി പറയുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് വേണമെങ്കിൽ വാട്ട് ഡു സീഡ്സ് റിക്വയർ ടു ജെർമിനേറ്റ്. എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട് ജെർമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വളരെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ്? വാട്ടർ, ലൈറ്റ്, ടെമ്പറേച്ചർ, പിന്നെന്താ കാണുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ലിസൺ. അതിനു മുമ്പ് ഈ വാട്ട് ഡു സീഡ്സ് റിക്വയർ ടു ജെർമിനേറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതിയെടുക്കുക. വാട്ട് ഡു സീഡ്സ് റിക്വയർ ടു ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻ്റായിട്ട് അത് എഴുതാം. ഇനി ലെറ്റ് us listen to what the sprouted seeds in your yard have to say. അപ്പോൾ അനീഷിൻ്റെ വീട്ടിലെ സ്പ്രൗട്ട് സീഡ്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്. What a blessing that I fell on the soil. I opened my eyes when I got water. എനിക്ക് വെള്ളം കിട്ടിയപ്പോഴാണ് എൻ്റെ കണ്ണൊന്ന് തുറന്നതെന്ന്. When I sprouted, the first thing I saw was the sunlight. ഞാനല്ല, മുളച്ചിട്ട് ഞാൻ ആദ്യമായി കാണുന്നത് എന്താണ്? സൺലൈറ്റ് ആണ്. I got enough warm and cold. Many of my friends have not been able to sprout yet. Adequate air is available where I live. അവിടെ ഫ്രഷ് ആയിട്ടുള്ള എയർ ഒക്കെ ഞാൻ വീണ സ്ഥലത്ത് ഫ്രഷ് ആയിട്ടുള്ള എയറാണ്. Many of my friends have been sprouted. ഇതുവരെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുവരെ മുളച്ചിട്ടില്ല. ഞാൻ ഓക്കെ, വാട്ട് ഡസ്
എ സീഡ് നീഡ് ടു ജെർമിനേറ്റ്? അത് നമ്മൾ മേളിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. യുവർ ഗസ്സസ് മേ ബി നോട്ടഡ് ഡൗൺ in your science diary. Let us find out through an experiment the requirements of germination of seeds. Is soil required for the germination of seeds? മണ്ണ് ആവശ്യമാണോ സീഡിൻ്റെ ജെർമിനേഷന് വേണ്ടി? അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാണ്ട്. ഇൻ ഓർഡർ ടു ടെസ്റ്റ് whether soil is required for sprouting, the seeds meant for sprouting should be kept away from soil, but they should get water, air and atmospheric temperature. Let us do an experiment. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്? സ്പ്രൗട്ടിങ്ങിന് വേണ്ടി സോയിൽ ആവശ്യമാണോ എന്നാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. സീഡ്സ് മെൻ ഫോർ സ്പ്രൗട്ടിങ് ഹാസ് ബി കീപ്ഡ് അവേ ഫ്രം ദ സോയിൽ. അപ്പോൾ സോയിലിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കണം, അതിൽ മണ്ണൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫ്രം ദി ഷുഡ് ഗെറ്റ് വാട്ടർ, പക്ഷേ അതിന് വെള്ളം വേണം, എയർ വേണം, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഡിസ്പോസിബിൾ ഗ്ലാസ്, പീ സീഡ്സ്, കോട്ടൺ, വാട്ടർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട്? ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം, കുറച്ച് എന്തിൻ്റെങ്കിലും വിത്തുകൾ, ഇപ്പോൾ എന്തിൻ്റെങ്കിലും ആയാലും മതി, കോട്ടൺ, കുറച്ച് പഞ്ഞി, പിന്നെ കുറച്ച് വെള്ളവും വേണം. പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പുട്ട് സ്മോൾ ഹോൾസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡിസ്പോസിബിൾ ഗ്ലാസ്. ഇപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ മുകളിൽ കുറച്ച് കുത്തുകൾ ഇടുക. ടേക്ക് സം കോട്ടൺ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് 4 or 5 pea seeds. ഇപ്പോൾ കുറച്ച് പഞ്ഞി അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 or 6 വിത്തുകൾ അതിലേക്ക് ഇടുക, എന്ത് വിത്തായാലും മതി. pour some water in the cotton, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കീപ് ദ ഗ്ലാസ് ഓപ്പൺ ഇൻ സൺലൈറ്റ്, അത് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വയ്ക്കണം. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ഡയറി. ഡു ദ സീഡ്സ് ലൈ ഇൻ ദ കോട്ടൺ സ്പ്രൗട്ട്? വാട്ട് കൺസൾട്ട് ഡിഡ് യു അറൈവ് അറ്റ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ്? റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെൻറ്റ് നോട്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് മുളയ്ക്കാനായിട്ട് മണ്ണ് ആവശ്യമില്ല. ഓക്കെ, മണ്ണ് ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു 2 എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യാൻ പോകാട്ടോ. ബട്ട് ഇസ് വാട്ടർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? നേരത്തെ നമ്മൾ എന്താ നോക്കിയത്? മണ്ണ് ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ, വെള്ളം ഇനി ആവശ്യമുണ്ടോ എന്നാണ്. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഡൺ ടു സീ വെദർ വാട്ടർ ഈസ് നീഡഡ് ഫോർ സീഡ് ജെർമിനേഷൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആൻഡ് വാട്ട് ആർ ദോസ് ദാറ്റ് ഷുഡ് ബി കൺട്രോൾഡ്? ലെറ്റ് ട്രൈ ദിസ് വേ. Fill a disposable glass with completely dry soil. ഓക്കെ, ഒട്ടും നനവില്ലാത്ത സോയിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക. Put 4 or 5 pea seeds in it. The seeds should be normal air, light and atmospheric temperature. നമ്മൾ ചെയ്ത പോലെ തന്നെ ആയിരിക്കും. നേരത്തെ ചെയ്തതിൽ നമ്മൾ എന്തിട്ടില്ല, സോയിൽ ഇതിൽ ഒട്ടും ഒരു ചെറിയ രീതിയിൽ പോലും വെള്ളം പാടില്ല. ഓക്കെ, വെള്ളത്തിൻ്റെ ട്രേസ് points to remember. Soil should not contain any trace of water. During the rainy season, air contains moisture. The seeds should not be exposed to it. The glass used for the experiment should not contain any trace of water. The glass should not be placed where rain falls. Complete the experiment and write down the experiment note in your science diary. Okay, ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. Is sunlight necessary for the germination of seeds? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഉണ്ട് നോക്കി? സോയിൽ വേണോ നോക്കി, പിന്നെ വാട്ടർ വേണോ നോക്കി, അതിൻ്റെ വേണോ എന്ന് നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൺലൈറ്റ്.
സൺലൈറ്റ് ആവശ്യമുണ്ടോയെന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പുട്ട് സം സോയിൽ ഇൻ ദ ഡിസ്പോസിബിൾ ഗ്ലാസ് ഹാവിങ് ഹോൾസ് at its base. After putting some pieces, pour some water. Place the glass in a cardboard. ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. Place the glass in a cardboard box and cover it in such a way that sunlight never enters it. Okay, ഒരു കാർഡ്ബോർഡിൽ വെച്ച് അത് കവർ ചെയ്യാം. അതിലേക്ക് ഒരു ചെറുതായിട്ട് പോലും സൺലൈറ്റ് അടിക്കാൻ പാടില്ല. What did you find out from the experiment? Write the experiment note in your science diary. Okay. For seeds to germinate, air, water and favorable temperature are essential for germination of seeds. Sunlight and soil are required for growth after sprouting. See Edubuntu school resources on video on വിത്ത് മുളയ്ക്കൽ. ഓക്കെ, അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻടു ദോസ് ദാറ്റ് ആർ റിക്വയർഡ് ആൻഡ് ദോസ് ആർ നോട്ട് റിക്വയർഡ് ഫോർ ദ സ്പ്രൗട്ടിംഗ് ഓഫ് സീഡ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നെയിബിളൊന്നും ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഞായറാഴ്ചകളിൽ ചിലപ്പോൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ പറ്റുമെങ്കിൽ അതിൽ നമ്മളിങ്ങനെ പഠിപ്പിക്കലായിരിക്കും. നമ്മൾ ഓരോരോ ആഴ്ചയിലും പഠിപ്പിക്കണ ഇതൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിവിഷനൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.